ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അരി ഒറട്ടിയുടെ റെസിപ്പി നോക്കാം. അരി റൊട്ടിയെന്നോ അരി ഒറട്ടിയെന്നോ ഒക്കെ പറയാം കേട്ടോ. വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റുമാണ്. കറി ഇല്ലെങ്കിൽ പോലും നമുക്കിത് കഴിക്കാം കേട്ടോ. നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പം ഞാനിവിടെ 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ പത്തിരി ഉണ്ടാക്കാനും ഇടിയപ്പം ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഉപ്പ് ഇപ്പം ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇടിയപ്പമൊക്കെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ട് കുഴക്കില്ലേ, അതുപോലെ ചെയ്താലും മതി. കുഴക്കാൻ എടുക്കുന്ന വെള്ളത്തിലാണ് ഉപ്പ് ചേർക്കുന്നതെങ്കിൽ ഉപ്പിൻ്റെ അളവ് വെള്ളത്തിന് ഉപ്പ് തോന്നണം, ആ രീതിയിൽ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ്, അതുകൊണ്ടാണ് ഇതിൽ തന്നെ ചേർത്തത്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, 3/4 ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തത്, 1/2 മുറി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേറെ കറിയൊന്നുമില്ല, പിന്നെ എരിവും ഇഷ്ടമാണെങ്കിൽ 1 പച്ചമുളകൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ മിക്സിയിലിട്ടിട്ട് 2 പ്രാവശ്യം പസ് ബട്ടൺ അമർത്തിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് നോക്കാം കേട്ടോ, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇത് ചൂടുവെള്ളമൊന്നും അല്ല, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്. കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കില്ലേ, അതേ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം. ഇതുപോലെ ബോളാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്, വെള്ളവും കൂടി പോയിട്ടില്ല. ഇനി ഒരു വാഴയില എടുത്തിട്ടുണ്ട്. വാഴയില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ എടുക്കാം. ഇനി കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ചെറിയ ഒരു ഉരുള എടുത്തിട്ട് ഇതിലോട്ട് വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ സാധാരണ ഇലയുടെയൊക്കെ പരത്തിയെടുക്കില്ലേ, അതുപോലെ തന്നെയാണ്. കൈ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ തൊട്ടിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല നൈസായിട്ട് പൊട്ടിപ്പോവാതെ പരത്തിയെടുക്കാൻ പറ്റും. ഞാൻ വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് പരത്താണ്, മറ്റേത് ചെറിയ പാത്രം ആയതുകൊണ്ട് എനിക്ക് പരത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഇലയിടയ്ക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. ഇനി നമുക്കൊരു തവ ചൂടാക്കിയെടുക്കാം. തീ ഇപ്പോൾ സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. ഇനി തവ ചൂടായിട്ട് വരുമ്പോൾ ഇലയോടെ തന്നെ ഉരട്ടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 30 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇല ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. താഴെ ഒന്ന് ചെറുതായിട്ട് വെന്ത് കഴിയുമ്പോഴേക്ക് ഇലയിൽ നിന്ന് ഇത് വിട്ട് വരും. ഇപ്പം തന്നെ മറിച്ചിടരുത്, 1 മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഏകദേശം 1 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തെ ആ നനവൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് മാത്രമേ മറിച്ചിടാവൂ, ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും കേട്ടോ. നേരത്തെ നമ്മൾ എടുത്തു മാറ്റിയ ഇല കളയരുത്, അതേ ഇലയിൽ തന്നെയാണ് നമ്മൾ അടുത്തതും പരത്തിയെടുക്കാൻ പോകുന്നത്. പിന്നെ തീ കൂട്ടിയിടരുത്, നമ്മളിത് പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒന്ന് വെന്ത് വരണം. കൂട്ടിയിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, അകമൊന്നും വെന്തും കിട്ടില്ല. ഇനി താഴെ ഒന്ന് വെന്ത് വരണം. താഴ്ഭാഗത്തും ഇതേപോലെ ബ്രൗണ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ അടുത്തതും പരത്തിയെടുക്കാം. നേരത്തെ ഉപയോഗിച്ച അതേ വാഴയിലയിൽ തന്നെയാണ് കേട്ടോ അടുത്തതും പരത്തിയെടുക്കുന്നത്. ഇതുപോലെ പരത്തിയതിന് ശേഷം നേരത്തെ പോലെ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ. കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് വെറുതെ കഴിക്കാം. കറി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് തക്കാളി ചട്നിയോ സവാള ചട്നിയോ ഒക്കെ തയ്യാറാക്കിയാൽ മതി. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.